ചില കോൺഗ്രസ് നേതാക്കൾക്ക് പണത്തോട് ആർത്തിയെന്ന് കെ.പി.സി.സി യോഗത്തിൽ തൃശൂരിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ രൂക്ഷ വിമർശനവുമായി കെ മുരളീധരൻ. ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ തൃശൂരിൽ വീഴ്ചയുണ്ടായി. തൃശൂരിലെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളായ മുൻ എം.പി. ടി.എൻ. പ്രതാപനെയും ഡി.സി.സി അധ്യക്ഷൻ ജോസ് വെള്ളൂരിനെയും മുരളീധരൻ പേരെടുത്ത് പറഞ്ഞ് യോഗത്തിൽ വിമർശിക്കുകയായിരുന്നു. ഇരുവരുടെയും സാന്നിധ്യത്തിലായിരുന്നു കെ മുരളീധരന്റെ വിമർശനം. തെരഞ്ഞെടുപ്പ് ചെലവ് ഇരട്ടിയായി. ചില നേതാക്കൾക്ക് പണത്തോട് ആർത്തിയാണ്. തൃശൂരിലെ സ്ഥാനാർത്ഥിയായിരുന്ന മുരളീധരൻ കുറ്റപ്പെടുത്തി. തൃശൂരിൽ മുരളീധരന്റെ പ്രചരണത്തിൽ ടി.എൻ. പ്രതാപൻ അടക്കം മുന്നിൽ നിന്ന് നയിച്ചെന്നാണ് പറയുന്നതെങ്കിലും അങ്ങനെയല്ലെന്നാണ് മുരളീധരന്റെ വിമർശനം വ്യക്തമാക്കുന്നത്. ഇരുവരുടെയും സാന്നിധ്യത്തിലായിരുന്നു കെ മുരളീധരന്റെ വിമർശനം. കോൺഗ്രസ് വിട്ട സഹോദരി പത്മജ വേണുഗോപാൽ നേരത്തെ തൃശൂരിലെ ചില കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉയർത്തിയ വിമർശനമാണ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് പിറകെ മുരളീധരനും ചൂണ്ടിക്കാട്ടുന്നതെന്നാണ് ഇക്കാര്യത്തിൽ ശ്രദ്ധേയം. കോൺഗ്രസിന്റെ സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ.സി. വേണുഗോപാൽ, കേരളത്തിന്റെ ചുമതല വഹിക്കുന്ന ദീപാദാസ് മുൻഷി, കെ.പി.സി.സി രാഷ്ട്രീയ കാര്യസമിതി അംഗങ്ങൾ എന്നിവർ പങ്കെടുത്ത യോഗത്തിൽ വെച്ചാണ് കെ മുരളീധരൻ രണ്ട് നേതാക്കളുടെ പേരെടുത്ത് പറഞ്ഞ് വിമർശനം ഉന്നയിച്ചിരിക്കുന്നത്. സഹോദരി പത്മജ വേണുഗോപാൽ ബി.ജെ.പിയിൽ അംഗത്വമെടുത്തതോടെ അവരെ നേരിടാൻ വെല്ലുവിളി എന്ന നിലയിലാണ് കെ മുരളീധരൻ വടകരയിൽ നിന്നും തൃശൂരിലേക്ക് വണ്ടി കയറിയത്. ഇതോടെ അതുവരെ പണിയെടുത്ത പ്രതാപന് തിരിച്ചടിയാവുകയും ചെയ്തു. എങ്കിലും ക്ഷീണം മറച്ചുവെച്ചുകൊണ്ട് കെ മുരളീധരന് വലിയ സ്വീകരണമാണ് പ്രതാപൻ തൃശൂരിൽ നൽകിയത്. മുരളീധരനെ വിജയിപ്പിക്കുന്നത് വരെ ഒപ്പമുണ്ടാകുമെന്നായിരുന്നു പ്രതാപൻ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ മുരളീധരൻ പറയുന്നതാകട്ടെ മറ്റൊന്നും. മുൻ എം.പി. ടി.എൻ. പ്രതാപനെയും ഡി.സി.സി പ്രസിഡന്റ് ജോസ് വെള്ളൂരിനെയും പേരെടുത്ത് വിമർശിച്ചായിരുന്നു മുരളീധരൻ പ്രതികരിച്ചത്. പ്രതാപന്റെയും ജോസ് വെള്ളൂരിന്റെയും ഭാഗത്തുനിന്ന് വീഴ്ചകൾ സംഭവിച്ചു. ഇതിന്റെ ഭാഗമായി തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങളിൽ ഭാരിച്ച ചെലവുകൾ ഉണ്ടായെന്ന് മുരളീധരൻ പറഞ്ഞു. അതേസമയം താൻ പറഞ്ഞതായി പുറത്തുവരുന്നത് തെറ്റായ കാര്യങ്ങളാണെന്നാണ് വാർത്ത പുറത്തു വന്നതോടെ മുരളീധരന്റെ പ്രതികരണം. തൃശൂരിൽ UDF 50,000 വോട്ടുകൾക്ക് വിജയിക്കുമെന്നും മുരളീധരൻ പിന്നീട് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. താൻ പറയാത്ത കാര്യങ്ങളാണ് വാർത്തയായി വന്നതെന്നും മുരളീധരൻ പ്രതികരിച്ചു.